നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാനൊരു പെരക്കാണ് കാണിച്ചു തരുന്നു. തക്കാളി ഉള്ളിയും കൂടിയിട്ടുള്ള പെരക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു തക്കാളി, ഒരു വലിയ സവാള, ഉള്ളി, വലിയ ഉള്ളി ഇല്ലേ അത്, കുറച്ച് കരിവേപ്പില, പിന്നെ ഇതിൻ്റെ കൂടെ അരക്കാനുള്ളതാണ്, ചൂടാക്കിയിട്ട് അരക്കാനുള്ളത്. അത് ഞാൻ തൽക്കാലം ഇങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്. ഇത് വറവിടാനുള്ളതാണ്. ഈ ആദ്യം നമ്മൾ ഇതിനും അടുപ്പിൻ്റെ ആവശ്യമില്ല, ഈ വറവിടാൻ മാത്രമേ അടുപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലിപ്പോൾ ഞാൻ ഈ തക്കാളി, ഉള്ളി, കരിവേപ്പിലെല്ലാം പിന്നെ ഇതിലേക്ക് ഇടാൻ പോവാം. ഇതാ ഞാൻ തക്കാളി, ഒരു സവാള, വലിയ ഉള്ളിയാണ് പറയുന്നത്, സവാള നമ്മളെ നാട്ടിലുള്ളി എന്നാണ് പറയാം, വലിയ ഉള്ളി. ഇതാദ്യം ഉപ്പിട്ട് പരക്കി വെക്കണം. ആദ്യം ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് പരക്കി വെക്കണം. 3/4 സ്പൂൺ ഞാനിപ്പോൾ ഇടുന്നുണ്ട്, ബാക്കി നോക്കിയിട്ടില്ല. ഉള്ളു പരക്കി വെക്കണം. എന്നിട്ട് വേണം തേങ്ങ, പിന്നെ ഉണക്കമുളക് ചുട്ടിട്ട്, ചുടുവല്ല എണ്ണയിൽ ചൂടാക്കിയാലും മതി, ചുട്ടിട്ട് ഇതിവിടെ നമുക്ക് അടച്ചു വെക്കാം. ഉപ്പ് പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചൂടാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അടുപ്പുള്ളവർ അടുപ്പിൽ നിന്ന് ചുട്ടിട്ടെടുത്താൽ മതി. ഇത് നമുക്ക് ഗ്യാസല്ലേ ഉള്ളൂ. നല്ലോണം ചൂടാക്കി എടുക്കാം. റോസ്റ്റ് ചെയ്ത് എന്ന പോലെ ആക്കിയിട്ട് മിക്സിയിലിട്ട് നല്ലോണം അരക്കണം. മണം വന്നു ഒന്ന് ആവിക്കോട്ടെ, എന്നാലേ മിക്സിയിലിടാൻ പറ്റും. തേങ്ങ മിക്സിയിലിട്ട് റെഡിയാക്കി വെക്കാം. കുറച്ച് വെള്ളവും വേണം അരക്കാൻ. ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഫുള്ള് ഒഴിക്കൂല, നോക്കിയിട്ടേ ഒഴിക്കുള്ളൂ. മുളകിട്ട് ഞാൻ അരച്ചിട്ട് വരാം. ഇനി തൈരിൽ കൂട്ടി അരക്കണം എന്നില്ല, കൂട്ടി അരക്കേണ്ടവർക്ക് അരക്കാം. തൈര് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കില്ല. ഉപ്പ് പിടിച്ചു, അതിന് തൈരും കൂടി പിടിക്കട്ടെ. ഇതിന് എന്താണെന്ന് വെച്ചാൽ വെണ്ണ പോലെ അരിയണ്ട കേട്ടോ. അത്ര അധികം വെണ്ണ പോലെ അരിയണ്ട, എങ്ങനെ അരിയണ്ട. നമ്മളെ നാട്ടിലെല്ലാം ആൾക്കാർ പെട്ടെന്ന് വരുമ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരക്കാണിത്, തക്കാളിയും ഉള്ളിയും പരക്ക്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാം. പുളി ഇഷ്ടമുള്ളവർക്ക് നോക്കട്ടെ, പുളി കറക്റ്റ് പുളി. ഇനി ഞാൻ വറവിടാം. ഇതിന് ഈ അടുപ്പ് വേണ്ടെങ്കിലും വറവിടാൻ വേണ്ടി മാത്രം അടുപ്പ് വേണം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, അത്ര ആവശ്യം, 1 ടീസ്പൂൺ. തീ കുറച്ച് വെച്ചു, അതിലേക്ക് 1 സ്പൂൺ കണ്ടു. രണ്ട് ഉണക്കമുളക്,
2 കരിവേപ്പിലയും കൂടി ഇടാം. ഞാൻ അറിയാണ്ട് അടുത്തിട്ട് അതിലിട്ട് പോയി. അങ്ങനെ നമ്മളെ തക്കാളി ഉള്ളിപ്പരക്ക് റെഡിയായി. ഭയങ്കര ടേസ്റ്റായി. ഏറ്റവും പ്രത്യേകം ചൂടാക്കുന്നേ ഇല്ല, അടുപ്പിലേ വെക്കുന്നില്ല. പച്ചക്ക് തേങ്ങ അരച്ചിട്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.